നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാടൻ ജനതയെ പ്രകമ്പനം കൊള്ളിക്കുന്ന നെന്മാറ വല്ലങ്ങിവേല നാളെ. പ്രൊഫസർ ബാബു പുളിനെല്ലിയുടെ കാവ്യസമാഹാരം പുറത്തിറങ്ങി. അഗളിയിൽ പശുവിനെ പുലി കടിച്ചുകൊന്നു. BJP ഭരണം മൂലം തകർന്ന രാജ്യം സംരക്ഷിക്കാനാണ് CPIM തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് A. വിജയരാഘവൻ. വാർത്തകൾ വിശദമായി. വേലയ്ക്കൊരുങ്ങി നെന്മാറ വല്ലങ്ങി ദേശങ്ങൾ. വേല നടക്കുന്ന സ്ഥലങ്ങളെ 5ആയി തിരിച്ച് 5 DYSPമാർക്ക് ചുമതല നൽകി. കൊല്ലങ്കോട്, പല്ലാവൂർ, മേലോർക്കോട്, കിളിയല്ലൂർ, ചിറ്റിലഞ്ചേരി തുടങ്ങിയ ഭാഗങ്ങളിലെ റോഡുകളിൽ ആന്റി തെഫ്റ്റ് സ്ക്വാഡിന്റെ നിരീക്ഷണം ഉണ്ടായിരിക്കും. പൂർണ്ണസജ്ജമായ ആംബുലൻസുകൾ വേല ദിവസം സേവനത്തിനുണ്ടാകും. നെന്മാറ CHCയിൽ അത്യാഹിത വിഭാഗവും പോലീസ് ഔട്ട്പോസ്റ്റും നാളെ രാവിലെ മുതൽ ബുധനാഴ്ച രാവിലെ 10 വരെ പ്രവർത്തിക്കും. ഇരുദേശത്തിന്റെയും വെടിക്കെട്ട് സുരക്ഷാ ക്രമീകരണങ്ങളുടെയും ചുമതലയും ഓരോ DYSPമാർക്കാണ്. വെടിക്കെട്ട് നടക്കുമ്പോൾ നെല്ലിക്കുളങ്ങര ക്ഷേത്ര പരിസരത്തും ക്ഷേത്രക്കുള വരമ്പിലും പൊതുജനങ്ങൾ പ്രവേശിക്കുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെടിക്കെട്ട് നടത്തുന്ന സ്ഥലം പൂർണ്ണമായും ഇരുമ്പ് ബാരിക്കേഡ് കെട്ടി വേർതിരിക്കും. പോലീസ് അനുവദിച്ച ബാഡ്ജ് ധരിക്കാത്തവരെ വെടിക്കെട്ട് ജോലിക്ക് അനുവദിക്കില്ല. 4 ഫയർ ബാരിക്കേഡ് ടീമും ഇവിടെ പ്രവർത്തിക്കും. പോലീസ് കൺട്രോൾ റൂം നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപവും വല്ലങ്ങി പന്തലിന് സമീപവും നാളെ പകൽ 1 മുതൽ ബുധനാഴ്ച രാവിലെ 10 വരെ പ്രവർത്തിക്കും. വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ച് പഞ്ചായത്ത് ഓഫീസിൽ ജോയിന്റ് കൺട്രോൾ റൂമും പ്രവർത്തിക്കും. ആനകളെ നിരീക്ഷിക്കാൻ 24 മണിക്കൂറും മൃഗസംരക്ഷണ വകുപ്പ് എലഫന്റ് സ്ക്വാഡിന്റെ പ്രവർത്തനവും ഉറപ്പാക്കിയിട്ടുണ്ട്. വേലയുടെ ഭാഗമായി നെന്മാറ ദേശത്ത് ഞായറാഴ്ച രാവിലെ കരിവേല ആഘോഷിച്ചു. ഇന്ന് ആണ്ടിവേലയും ആഘോഷിക്കും. വല്ലങ്ങി ദേശത്ത് ഞായറാഴ്ച കണ്യാർകളി നടത്തി. ഇന്ന് വൈകിട്ട് താലപ്പൊലി ആഘോഷിക്കും. ഇരുദേശങ്ങളിലും ചമയ പ്രദർശനവും നടത്തും. നെന്മാറ ദേശം ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിലും വല്ലങ്ങി ദേശം ശിവക്ഷേത്രത്തിന് സമീപവുമാണ് ചമയ പ്രദർശനവും ഒരുക്കുന്നത്. 1-ാം തീയതി വല്ലങ്ങി ദേശത്തിന്റെ താലപ്പൊലിയും നെന്മാറ ദേശത്തിന്റെ കരിവേലയും ആഘോഷിക്കുന്നുണ്ട്. കൂടാതെ ശ്രീ നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൽ ദർശനത്തിനായും ഇരുദേശങ്ങളുടെ ദീപാലങ്കാരങ്ങളോട് കൂടിയ ആനപ്പന്തലുകൾ കാണുന്നതിനായി ധാരാളം സ്ത്രീകളും കുട്ടികളും അടങ്ങിയ ആളുകൾ വരുന്നതിനാൽ 1-ന് വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ കർശനമായ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. തൃശൂർ ഭാഗത്തു നിന്നും ഗോവിന്ദാപുരം ഭാഗത്തേക്ക് പോകുന്ന റൂട്ട് ബസ്സുകൾ ഒഴികെയുള്ള ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ വാഹനങ്ങളും വടക്കഞ്ചേരിയിൽ നിന്നും ആലത്തൂർ, തൃപ്പാളൂർ, കുനിശ്ശേരി, കൊടുവായൂർ, പുതുനഗരം, തത്തമംഗലം വഴി പോകേണ്ടതാണ്. റൂട്ട് ബസ്സുകൾ ഒഴികെയുള്ള മറ്റെല്ലാ വാഹനങ്ങളും അയിനമ്പാടത്തെ DFO ഓഫീസിന് മുന്നിൽ വന്ന് മേലാർക്കോട്, തൃപ്പാളൂർ വഴിയും പോകേണ്ടതാണ്. അന്നേ ദിവസം വേല കാണുന്നതിനായി വരുന്ന ആളുകളുടെ വാഹനങ്ങൾ DFO ഓഫീസ് ജംഗ്ഷനിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തി പോവേണ്ടതാണ്. ഗോവിന്ദാപുരം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന റൂട്ട് ബസ്സുകളെ ഒഴികെയുള്ള ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ വാഹനങ്ങളും കൊല്ലങ്കോട്, കുരുവിക്കൂട്ടുമരം നിന്നും പാറക്കളം, വണ്ടിത്താവളം, തത്തമംഗലം, പുതുനഗരം, കൊടുവായൂർ, കുനിശ്ശേരി, തൃപ്പാളൂർ, ആലത്തൂർ, വടക്കഞ്ചേരി വഴി പോകേണ്ടതാണ്. റൂട്ട് ബസ്സുകൾ ഒഴികെയുള്ള മറ്റെല്ലാ വാഹനങ്ങളും വിത്തനശ്ശേരി വന്ന് പലാവൂർ, കൊടുവായൂർ വഴി പോകേണ്ടതാണ്. വേല കാണുന്നതിനായി വരുന്നവർ വാഹനങ്ങൾ വിത്തനശ്ശേരി പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത് പോവേണ്ടതാണ്. കിളിയല്ലൂർ ഭാഗത്തു നിന്നും വരുന്ന എല്ലാ വാഹനങ്ങളും അന്താഴി റോഡ് വഴി ആലത്തൂർ വഴി പോകേണ്ടതാണ്. 1 മുതൽ 3 വരെ തീയതികളിൽ വൈകുന്നേരം 5 മണി മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിൽ വിത്തനശ്ശേരി മുതൽ വല്ലങ്ങി നെന്മാറ ടൗൺ, അയിനമ്പാടം, DFO ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് യാതൊരുവിധ വാഹനങ്ങളും അനുവദിക്കുന്നതല്ല. കോലായക്കൂട്ടം സാംസ്കാരിക വേദി, പാലക്കാട് ലൈബ്രറി തുടങ്ങിയവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രൊഫസർ ബാബു പുളിനെല്ലിയുടെ കാവ്യസമാഹാരം ശിഥിലത്തിന്റെ പ്രകാശനവും സർഗസദസ്സും നടത്തി. സംശ്ലേഷണം എന്ന് പറയട്ടെ, മൃഗാത്മകമായ കുട്ടിച്ചേർക്കൽ, രസാവഹമായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ഞാനിതിനെ ദുരിപ്പിക്കുന്നില്ല, കാരണം അത് മോനമാറ്റിലേക്കുള്ള അക്രമമായി മാറും സ്വാഭാവികമായിട്ട്. അങ്ങനെ അതെന്ന് വെച്ചാൽ ഇത് പറയാൻ തോന്നുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇതിപ്പോ ഫ്രഷായിട്ട് ഇന്നിപ്പോൾ രാവിലെ ഇരുന്നിട്ട് PDF-ലൂടെ ഇങ്ങനെ സഞ്ചാരം നടത്തിയപ്പോൾ ഇത് ബാലു എന്ന് പറയുന്ന, എനിക്ക് ബാലുവിനെ വളരെ വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾ എപ്പോഴാണ് അവസാനം കണ്ടതെന്ന് വരെ ബാലു കൃത്യമായിട്ട് ഇവിടെ ഇരുന്ന് പറഞ്ഞു. അത്ര കൃത്യതയുള്ള ഒരാളാണ്. പിന്നെ തിരൂർ കോളേജിൽ ഞാൻ പോകുമ്പോഴൊക്കെ തന്നെ എപ്പോഴും കണ്ടുമുട്ടാറുണ്ട്, അല്ലെങ്കിൽ എവിടെ വെച്ച് കണ്ടാലും ആ സൗഹൃദം ഇങ്ങനെ അരക്കിട്ടുറപ്പിക്കുവാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ബാലു. അപ്പോൾ ബാലുവിലെ കവി ഇവിടെ വാസ്തവത്തിൽ ഈ ഒരു ശിഥിലത്തിൽ ഇതൊരു ശിഥിലം എന്ന് പറയുന്ന അതിൻ്റെ ശീർഷകത്തിൻ്റെ സ്വാഭാവികതയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ബാലു പുളിനെല്ലി എന്ന കവിയിലെ കവിത്വം
അതിൻ്റെ ദൃഢതയിലേക്ക്, അതിൻ്റെ ഒരു ഗാർഭ്യത്തിലേക്ക്, അതിൻ്റെ ഒരു ഉറപ്പിലേക്ക്, അതിൻ്റെ ഒരു നല്ല ശക്തിയിലേക്ക്, തീവ്രതയിലേക്ക് എത്തിച്ചേരുന്നു എന്ന് ഡോക്ടർ പി മുരളി പുസ്തകം പ്രകാശനം ചെയ്തു. ശ്രീമതി ഇന്ദുലേഖ വയലാർ ഏറ്റുവാങ്ങി. ഡോക്ടർ യു ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പ്രാരംഭമായി അശോകൻ രാജീവത്തിന്റെ കവിതയോടെ തുടങ്ങിയ പ്രകാശന യോഗത്തിൽ കവി ബി സി മോഹനൻ പുസ്തകാവലോകനവും, രാജീവ് ഒറ്റപ്പാലം, ശാന്തി പാട്ടത്തിൽ, പ്രൊഫസർ ബ്രിജേഷ് എന്നിവർ ആശംസയും അർപ്പിച്ചു. സർഗസദസ്സിൽ നയനൻ നന്ദിയോട്, മണ്ണൂർ മുരളി, ചേരാമംഗലം ചാമുണ്ണി, പ്രേംദാസ്, എസ് വി ഹരി, കൊടുന്തിരപ്പള്ളി എന്നിവർ പങ്കെടുത്തു. പാലക്കാട് പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ടി എസ് പീറ്റർ സ്വാഗതവും, കോലായക്കൂട്ടം സെക്രട്ടറി സതീഷ് കൊയിലത്ത് നന്ദിയും പറഞ്ഞു. അഗളിയിൽ പുലി പശുവിനെ കടിച്ചു കൊന്നു. അഗളി നരസിമുക്ക് പൂവാത്ത കോളനിയിൽ പുലി പശുവിനെ കൊന്നു തിന്നു. ഇന്നലെ രാത്രിയിലാണ് സംഭവം. കോളനിയിലെ തങ്കരാജന്റെ പശുവിനെയാണ് പിടിച്ചത്. പ്രദേശത്തെ നിരവധി വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിച്ചിട്ടുണ്ട്. പാർട്ടി ചിഹ്നം സംരക്ഷിക്കാനല്ല, BJP ഭരണം മൂലം തകർന്ന രാജ്യം സംരക്ഷിക്കാനാണ് CPIM തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗവും പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ A. വിജയരാഘവൻ. രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്ന നിലപാടുകളുടെ സ്വീകാര്യത വളരെയേറെ വർദ്ധിച്ചിട്ടുള്ള ഒരു സന്ദർഭമാണിത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ ഒരു പ്രസംഗം ദുർവ്യാഖ്യാനം ചെയ്താണ് ചിലരിങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ശരിയായ രാഷ്ട്രീയവും കാഴ്ചപ്പാടുമായാണ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മത്സരിക്കുന്നതെന്നും മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ജനത പിന്തുണയ്ക്കുമെന്നും വിജയരാഘവൻ പറഞ്ഞു. ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ ജനകീയ അടിത്തറയുള്ള മണ്ഡലമാണ് പാലക്കാട്. അതാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്റെ ആത്മവിശ്വാസമെന്നും വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി. BJPയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനം മറുപടി പറയും. നെന്മാറ വേലയോടനുബന്ധിച്ച് ഇന്നു മുതൽ 3-ാം തീയതി വരെ ഗതാഗത നിയന്ത്രണം. 2-ാം തീയതി കാലത്ത് 10 മണി മുതൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി തൃശൂർ ഭാഗത്തു നിന്നും ഗോവിന്ദാപുരം ഭാഗത്തേക്ക് പോകുന്ന ചരക്ക് വാഹനങ്ങളും റൂട്ട് ബസ്സുകൾ ഒഴികെയുള്ള മറ്റെല്ലാ വാഹനങ്ങളും വടക്കഞ്ചേരിയിൽ നിന്നും ആലത്തൂർ, തൃപ്പാളൂർ, കുനിശ്ശേരി, കൊടുവായൂർ, പുതുനഗരം, തത്തമംഗലം, വണ്ടിത്താവളം, പാറക്കളം, മുതലമട വഴി പോകേണ്ടതാണ്. റൂട്ട് ബസ്സുകൾ നെന്മാറ NSS കോളേജിന് സമീപത്തുള്ള താൽക്കാലിക ബസ് സ്റ്റാൻഡിൽ വന്ന് ആളുകളെ ഇറക്കി തിരിച്ചു പോകേണ്ടതാണ്. മറ്റെല്ലാ വാഹനങ്ങളും അയിനമ്പാടം ഫോറസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും ആലത്തൂർ വഴി പോവേണ്ടതാണ്. ഗോവിന്ദാപുരം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ചരക്ക് വാഹനങ്ങളും റൂട്ട് ബസ്സുകൾ ഒഴികെയുള്ള മറ്റെല്ലാ വാഹനങ്ങളും മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റ് വഴി തിരിഞ്ഞ് പാലക്കാട് ഭാഗത്തേക്ക് പോവേണ്ടതാണ്. റൂട്ട് ബസ്സുകൾ വിത്തനശ്ശേരി വന്ന ആളുകളെ ഇറക്കി തിരിച്ചു പോകേണ്ടതാണ്. മറ്റെല്ലാ വാഹനങ്ങളും വിത്തനശ്ശേരിയിൽ നിന്ന് പല്ലാവൂർ, കൊടുവായൂർ വഴി പോവേണ്ടതാണ്. പാലക്കാട് നിന്നും കൊടുവായൂർ, പല്ലാവൂർ വഴി നെന്മാറയിലേക്ക് വരുന്ന റൂട്ട് ബസ്സുകൾ വിത്തനശ്ശേരി വന്ന് ആളുകളെ ഇറക്കി തിരിച്ചു പോകേണ്ടതാണ്. പാലക്കാട് നിന്നും കുനിശ്ശേരി വഴി നെന്മാറയിലേക്ക് വരുന്ന റൂട്ട് ബസ്സുകൾ കിളിയന്നൂർ ജംഗ്ഷനിൽ വന്ന് ആളുകളെ ഇറക്കി തിരിച്ചു പോകേണ്ടതാണ്. പോത്തുണ്ടി, ചാത്തമംഗലം ഭാഗങ്ങളിൽ നിന്നും നെന്മാറയിലേക്ക് വരുന്ന റൂട്ട് ബസ്സുകൾ ആലുവശ്ശേരിയിൽ വന്ന് ആളുകളെ ഇറക്കി തിരിച്ചു പോകണം. അയിലൂർ, അടിപ്പെരണ്ട ഭാഗങ്ങളിൽ നിന്നും നെന്മാറയിലേക്ക് വരുന്ന റൂട്ട് ബസ്സുകൾ കണിമംഗലത്ത് വന്ന് ആളുകളെ ഇറക്കി തിരിച്ചു പോകേണ്ടതാണ്. നെന്മാറ മലങ്ങിവേല കാണുന്നതിന് ചെറുവാഹനങ്ങളിൽ കൊല്ലങ്കോട് ഭാഗത്തു നിന്നും വരുന്നവർക്കായി മുല്ലയ്ക്കൽ ഭാഗത്തും പല്ലാവൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കൂടല്ലൂർ പാലത്തിന് സമീപമുള്ള നെൽപ്പാടം, കവളപ്പാറ റോഡ് ഇരുവശവുമുള്ള നെൽപ്പാടം, കുനിശ്ശേരി, ചേരാമംഗലം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കോരമ്പറമ്പിലും വല്ലങ്ങി ശിവക്ഷേത്രത്തിന് സമീപമുള്ള പാടത്തും, വടക്കഞ്ചേരി, ചിറ്റിലഞ്ചേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഗംഗോത്രി സ്കൂൾ പാർക്കിംഗ് ഗ്രൗണ്ടിലും ജപമാല പള്ളിക്ക് മുൻവശവും NSS കോളേജിന് സമീപവും, മേലാർക്കോട് ഭാഗത്തു നിന്നും വരുന്ന ചെറുവാഹനങ്ങൾ DFO മേലാർക്കോട് റൂട്ടിലുള്ള പാടത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലും DFO ഓഫീസിന് വടക്കുവശത്ത് വലതല റോഡരികിലും സജ്ജമാക്കിയിട്ടുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ പാർക്ക് ചെയ്യേണ്ടതാണ്. പാർക്കിംഗ് സ്ഥലത്തല്ലാതെ വഴിയരികിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ ക്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതും അതിന്റെ ചിലവ് വാഹന ഉടമകളിൽ നിന്നും ഈടാക്കുന്നതുമാണ്. മോട്ടോർ വാഹന വകുപ്പിലെ ജീവനക്കാരുടെ സേവനം വേല ദിവസങ്ങളിൽ 24 മണിക്കൂറും ലഭ്യമാണ്. ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28-ാം തീയതി ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച്
നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. പണം വെച്ച് ചീട്ടുകളിച്ച 7 പേരെയും 1,66,710 രൂപയും പിടികൂടി. കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കിണർപ്പള്ളത്ത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങളും ചിറ്റൂർ ഡിവൈഎസ്പിയുടെ സ്ക്വാഡും കൊഴിഞ്ഞാമ്പാറ പോലീസും ചേർന്ന് കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6:30 പണം വെച്ച് പന്നിമലർത്തൽ ചീട്ട് കളിയിൽ ഏർപ്പെട്ട 7 പേരെയും 1,66,710 രൂപയും പിടികൂടി. ചീട്ടുകളിയിൽ ഏർപ്പെട്ടിരുന്ന ഗോവിന്ദരാജ്, കനകരാജ്, വിനോദ് കുമാർ, നന്ദഗോപാൽ, രവികുമാർ, ശിവസ്വാമി, സത്യനാരായണൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെയും ചിറ്റൂർ ഡിവൈഎസ്പി ഷൈജുവിന്റെയും നിർദ്ദേശപ്രകാരം ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡിലെ SI സുനിൽ, ASI റഹീം, മുത്തു, CPOമാരായ ജഹീൻ ഷാ, അബ്ദുള്ള, ഉമർ ഫാറൂഖ്, ഡിവൈഎസ്പി സ്ക്വാഡിലെ SCPO വിനോദ്, GSCPO വിനോദ് എന്നിവരും കൊഴിഞ്ഞാമ്പാറ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ V ജയപ്രകാശ്, ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ VK സന്തോഷ്, GSCPO ശിവദാസ്, GSCPO വിനോദ് എന്നിവരും ചേർന്നാണ് വളരെ സാഹസികമായ പ്രതികളെയും പണവും പിടികൂടിയത്. വൈദ്യുതി തൂണിലിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മന്തക്കാടിന് സമീപത്താണ് വൈദ്യുതി തൂണിലിടിച്ച് സ്കൂട്ടർ യാത്രികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അകത്തേത്തറ ഫിഫ വില്ലയിൽ പരേതനായ അബ്ദുറഹ്മാന്റെയും ആയിഷയുടെയും മകൻ ഫഹദാണ് മരിച്ചത്. പാലക്കാട് ആപ്പ് സ്റ്റോർ മൊബൈൽ ഷോപ്പ് ഉടമയാണ്. ഞായറാഴ്ച രാത്രി 10:30 അപകടം. മന്തക്കാട് ശാസ്താനഗർ ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള വൈദ്യുതി തൂണിലാണ് സ്കൂട്ടർ ഇടിച്ചിരിക്കുന്നത്. തൂണിനു സമീപത്തുള്ള ചാലിൽ വീണുകിടക്കുന്ന ഫഹദിനെ മലമ്പുഴ പോലീസ് എത്തി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിദേശ നായ്ക്കളുടെ ഇറക്കുമതിയും വിൽപ്പനയും പ്രജനനവും നിഷേധിച്ച കേന്ദ്ര ഉത്തരവിന് കേരള ഹൈക്കോടതിയുടെ ഭാഗിക സ്റ്റേ. ആക്രമണകാരികളായ 23 വിദേശ നായ്ക്കളുടെ ഇറക്കുമതി, വിൽപ്പന, പ്രജനനം എന്നിവ നിരോധിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവിന് കേരള ഹൈക്കോടതിയുടെ ഭാഗിക സ്റ്റേ. നായകളുടെ പ്രജനനം തടയാൻ നടപടി വേണമെന്ന ഭാഗമാണ് സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തത്. വന്ധ്യംകരണം നടത്തുമ്പോൾ നായകൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം അടക്കം ചൂണ്ടിക്കാട്ടി നായപ്രേമികളും ഉടമകളും നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് നടപടി. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് നേരത്തെ കർണാടക, കൽക്കട്ട ഹൈക്കോടതികളും ഭാഗികമായി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതേസമയം നായ്ക്കളുടെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള നിരോധനം തുടരും. മാർച്ച് 12 അപകടകാരികളെന്ന് വിലയിരുത്തി 23 വിദേശ നായ്ക്കളുടെ ഇറക്കുമതിയും വിൽപ്പനയും അതോടൊപ്പം പ്രജനനവും നിരോധിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. പിറ്റ്ബുൾ, ടെറിയർ, റോട്ടർവീലർ അടക്കമുള്ളവയ്ക്കാണ് നിരോധനം. ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ച കോടതി ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റി. കൊടുവായൂർ വെമ്പല്ലൂരിൽ കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് അപകടം. ചിറ്റൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. കാറിൽ സഞ്ചരിച്ചവരെ നിസ്സാര പരിക്കുകളോടെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ. പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ.
വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ മറ്റു പരസ്യങ്ങൾക്ക് വേണ്ടിയോ നിർമ്മിക്കുന്ന കമാനങ്ങളിലും ബോർഡുകളിലും തെർമോകോൾ ഉപയോഗിച്ചുള്ള അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത് പിഴ ചുമത്താവുന്ന കുറ്റമാണെന്ന് ജില്ലാ ഗ്രീൻ പ്രോട്ടോകോൾ നോഡൽ ഓഫീസർ. തെർമോകോൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് 10,000 രൂപ പിഴ ചുമത്താവുന്ന കുറ്റമാണെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന ബോർഡുകളും മറ്റു പ്രിന്റ് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേര്, ഫോൺ നമ്പർ, റീസൈക്കിൾ ലോഗോ എന്നിവ വ്യക്തമായി കാണുന്ന രീതിയിൽ ഉണ്ടായിരിക്കണം. നിരോധിത ഉൽപ്പന്നമല്ലെന്ന് കാണിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകുന്ന സാക്ഷ്യപത്രമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ പ്രിന്റിങ്ങിനായി ഉപയോഗിക്കാവൂ. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സർക്കാർ ഉത്തരവിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായ രേഖപ്പെടുത്തലുകൾ ഇല്ലാത്ത ബോർഡുകൾ പിടിച്ചെടുത്ത നടപടി സ്വീകരിക്കുമെന്നും ഗ്രീൻ പ്രോട്ടോകോൾ നോഡൽ ഓഫീസർ അറിയിച്ചു. ദേശീയ പാതകളിലെ ടോൾ കേന്ദ്രങ്ങളിൽ നിരക്ക് വർധന ഉടൻ ഉണ്ടാവില്ല. വടക്കഞ്ചേരി ദേശീയപാതകളിലെ ടോൾ കേന്ദ്രങ്ങളിൽ നിരക്ക് വർധന തൽക്കാലം ഉണ്ടാകില്ല. യാത്രക്കാർക്ക് പഴയ നിരക്കിൽ തന്നെ കടന്നുപോകാം. സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ സാധാരണയായി ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാറുണ്ട്. വാളയാർ, പന്നിയങ്കര ടോൾ കേന്ദ്രങ്ങൾ ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നത് വിലക്കി ഇലക്ഷൻ കമ്മീഷൻ. ഏപ്രിൽ 19 രാവിലെ 7 മുതൽ ജൂൺ 1 വൈകിട്ട് 6:30 വരെ എക്സിറ്റ് പോൾ നടത്താനോ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കാനോ പ്രചരിപ്പിക്കാനോ പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിജ്ഞാപനമിറക്കി. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതോടെ ആദായ നികുതി ചട്ടങ്ങളിലെ മാറ്റങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ആദായ നികുതി സംബന്ധിച്ച് കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച മാറ്റങ്ങളാണ് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. പുതിയ നികുതി വ്യവസ്ഥയിൽ വാർഷിക വരുമാനം 7 ലക്ഷത്തിന് താഴെയുള്ളവരെ ആദായ നികുതി അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നേരത്തെ ഈ പരിധി 5 ലക്ഷമായിരുന്നു. പുതിയ ആദായ നികുതി നിരക്കുകൾ: 3 ലക്ഷം രൂപ വരെയുള്ള വരുമാന പരിധിയുള്ളവർ നികുതി അടയ്ക്കേണ്ടതില്ല. 3 മുതൽ 6 ലക്ഷം വരെ 5%, 6 മുതൽ 9 വരെ 9 ലക്ഷം രൂപ വരെ 10%, 9 മുതൽ 12 ലക്ഷം രൂപ വരെ 15%, 12 മുതൽ 15 ലക്ഷം രൂപ വരെ 20%, 15-ലധികം വരുമാനമുള്ളവർ 30%. ഇനി അല്പം ആരോഗ്യം. വേനൽക്കാല വിപണിയിലെ പ്രധാനിയാണ് തണ്ണിമത്തൻ. നോക്കാം. 92% ജലാംശമടങ്ങിയ തണ്ണിമത്തൻ കഴിക്കുന്നതിനിടെ വായിൽപ്പെടുന്ന കുരു തുപ്പിക്കളയുകയാണ് പതിവ്. എന്നാൽ ഇവയുടെ പോഷക മൂല്യങ്ങൾ എത്രത്തോളമാണെന്ന് ആരും ചിന്തിക്കുന്നില്ല. സിങ്ക്, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ മൈക്രോ ന്യൂട്രിയൻസുകൾ ധാരാളമുള്ളവയാണ് തണ്ണിമത്തന്റെ കുരു. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇവയ്ക്ക് സാധിക്കും. ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും പൊട്ടാസ്യം, മാഗ്നീഷ്യം തുടങ്ങിയവ സഹായിക്കും. ധാരാളം ഫൈബർ അടങ്ങിയ തണ്ണിമത്തൻ കുരു ദഹനവും സുഗമമാക്കുന്നു. എല്ലുകളുടെ ആരോഗ്യത്തിനും ഡയറ്റിൽ തണ്ണിമത്തൻ കുരു ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും. മാഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ ഇവ ഓസ്റ്റിയോപൊറോസിസ് സാധ്യത കുറയ്ക്കാനും ഉപകരിക്കും. വൈറ്റമിൻ എ, സി എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ ചർമ്മത്തിന്റെയും തലമുടിയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും തണ്ണിമത്തൻ കുരു ബെസ്റ്റാണ്. ആരോഗ്യകരമായ ഫാറ്റി ആസിഡുകളും തണ്ണിമത്തൻ കുരുവിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യാനും ഇത് ഗുണം ചെയ്യും. തണ്ണിമത്തന്റെ കുരു വറുത്ത് കഴിക്കുന്നത് ഉത്തമം.
ആവശ്യാനുസരണം കുറച്ച് ഉപ്പ് വിതറി തണ്ണിമത്തൻ കുരു നല്ലതുപോലെ വറുത്ത് സ്നാക്കായി കഴിക്കാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാടൻ ജനതയെ പ്രകമ്പനം കൊള്ളിക്കുന്ന നെന്മാറ അല്ലെങ്കിൽ വേല നാളെ. പ്രൊഫസർ ബാബു പുളിനെല്ലിയുടെ കാവ്യസമാഹാരം പുറത്തിറങ്ങി. അഗളിയിൽ പശുവിനെ പുലി കടിച്ചുകൊന്നു. BJP ഭരണം മൂലം തകർന്ന രാജ്യം സംരക്ഷിക്കാനാണ് CPIM തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് A. വിജയരാഘവൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.